പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ചോദിച്ചു, പലരും ചോദിച്ചു, അച്ഛാ അച്ഛൻ്റെ ഇപ്പം ഇടവകയിലെ ആ വിശേഷം എന്ന് വെച്ചാൽ പറയുന്നില്ലല്ലോ എന്ന്. നോക്കിയേ, വളരുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ശരിക്കും കുട്ടികളാണ്. ഇവിടെ കുട്ടികൾ ഭയങ്കര ഈശോയോട് ഭയങ്കര സ്നേഹവും അടുപ്പമുള്ള കുട്ടികളാണ്. ഇപ്പം തന്നെ 3-4 പിള്ളേർ അച്ഛൻ്റെ മുൻപിൽ നിൽക്കുന്നുണ്ട്. ഹായ്, അവർ അച്ഛൻ വീഡിയോ എടുക്കുകയാണ്, ഞങ്ങൾ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല മക്കളാണ്. അവർ ഈവനിങ്ങിൽ കളിക്കാനൊക്കെ വരും. പിന്നെ പള്ളിയുടെ ഒരു സൈക്കിളൊക്കെ ചവിട്ടും. പിന്നെ ധാരാളം കുർബാനയ്ക്കൊക്കെ ധാരാളം കുട്ടികൾ, എനിക്ക് തോന്നുന്നു 10-100-ലധികം പിള്ളേരൊക്കെ ഉണ്ടാകുമായിരിക്കും. അത്രയും നിറച്ച് പിള്ളേർ വന്ന് പ്രാർത്ഥിക്കുന്ന നല്ല കുട്ടികളാണ്. ഭാവിയിൽ നല്ല വിശുദ്ധാൽഫോൻസമ്മയും അതുപോലെ തന്നെ ചാവറച്ചൻ്റെയൊക്കെ പോലെ നല്ല അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ അവരിൽ നിന്ന് വരാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പോഴത്തെ പോക്കാണെങ്കിൽ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ സ്നേഹാന്വേഷണങ്ങൾക്ക് പ്രത്യേകം നന്ദി. നമ്മുടെ പിള്ളേരുടെ കാര്യം പ്രത്യേകം പറയാം കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വെളിപാട് പുസ്തകത്തിൽ 3:19. അവിടെ ദൈവവചനം വെളിപ്പെടുത്തുകയാണ്, ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതായത് ഈശോ പറയുകയാണ്, ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനെ ശാസിക്കും, അവനെ ശിക്ഷിക്കും. നമ്മളുടെ വീട്ടിൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ചിലപ്പോഴൊക്കെ അച്ഛൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ജീവിതമൊക്കെ തകർന്ന് വഴി കൂട്ടിയ ആൾക്കാരൊക്കെ വരും, പറയാറുണ്ട്, അച്ഛാ എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഒന്ന് ശരിക്കും നേർച്ചവനൊന്ന് ഉപദേശിച്ചിരുന്നെങ്കിൽ, നേർച്ചവൻ ആ കാലത്തൊന്ന് ശാസിച്ചിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു അച്ഛാ, അല്ലെങ്കിൽ ഞാൻ അവരെ ചെവി കൊടുത്തില്ല അച്ഛാ, അവരുടെ ശാസനയ്ക്ക് ഞാൻ ചെവി കൊടുത്തില്ല എന്നൊക്കെ പറയാറുണ്ട്. പ്രിയ സഹോദരങ്ങളെ, യേശു നമ്മൾ ചിലപ്പോൾ ശാസിക്കും, ചിലപ്പോൾ ശിക്ഷിക്കും. ദൈവമേ, എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെയൊക്കെ വരണേന്ന് നമുക്ക് തോന്നും. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, അത് ദൈവസ്നേഹത്തിൽ നിന്നുള്ള ശാസനയാണ്, ദൈവസ്നേഹത്തിൽ നിന്നുള്ള ശിക്ഷണമാണ്. അതുകൊണ്ട് തുടർന്ന് പറയണം, അതുകൊണ്ട് തീക്ഷ്ണമുള്ളവരാവുക, അനുദപിക്കുക, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. അതുകൊണ്ട് 2 കാര്യങ്ങളാണ്. ഒരു ദൈവ പൈതലാണോ നീ, 2 കാര്യങ്ങൾ വേണം. നിനക്കൊരു ഉണർവ് വേണം, ഒരു 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 ഉഷാറായിട്ട് നിൽക്കണം. ഈ നനഞ്ഞ പടക്കം പോലെ അങ്ങനെ ആവരുത്. അപ്പോൾ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ ദൈവവചനം നിങ്ങളെല്ലാവരും പഠിക്കുന്നതാണ് ഈ ആഗ്രഹിക്കുന്നത്. നോക്കിയേ, ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാവുക, അനുദപിക്കുക, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർത്തേക്കണം. അതിൻ്റെ ശബ്ദമൊക്കെ ഒന്ന് ക്ലിയർ ആവാനുണ്ട്. നാളെ നമ്മുടെ കാച്ചേരി ഇടവകയിൽ ധ്യാനം തുടങ്ങണം കേട്ടോ. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.